ഇന്നും ആ വീട് അതിൻ്റെ ശരീരഭാഗങ്ങളിലും കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസം കുടുംബത്തിന് വലിയ ആശ്വാസമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആശ്വാസമാണ്. കാരണം ഈ ദുഃഖം എന്നുള്ള ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഓരോ കേരളീയൻ്റെയും ദുഃഖമാണ്. അതിപ്പോൾ നമ്മുടെ അത് അവരോടൊപ്പം നമ്മൾ പങ്കുവെക്കുകയാണ്. ഇതിൽ പങ്കുവച്ച നമ്മുടെ എം എൽ എ അഷ്റഫ്, അതുപോലെ തന്നെ കർണാടകയിലെ എം എൽ എ, അതുപോലെ തന്നെ നമ്മുടെ രാഘവേട്ടൻ, അവരുടെ എല്ലാം പ്രവർത്തനങ്ങളും ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരെല്ലാവരും വളരെ പണിപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ ദിവസങ്ങൾ ചിലവഴിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ് അവരെല്ലാം ഇതിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചു. അവരോടൊക്കെയുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. ഒരു പക്ഷേ എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പോലും 72 ദിവസത്തെ ഒരു തെരച്ചിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരുന്നു അവിടെ ഉണ്ടായത്. സ്വാഭാവികമായും പലപ്പോഴും ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് അത് ആദ്യം ഒരു 1-2 ആഴ്ചയൊക്കെ വളരെ ഭംഗിയിലും എളുപ്പത്തിലും നടക്കും, പിന്നെ അങ്ങ് മാഞ്ഞു പോകാറാണ് പതിവ്. പക്ഷേ ഇതല്ല, ഇതൊരു ലക്ഷ്യബോധത്തോടെ തന്നെ അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ആ ബോഡിയെങ്കിലും കിട്ടണം എന്നുള്ള ആ ഒരു ഇതോടെ എല്ലാവരും, എല്ലാ അതോറിറ്റീസും അതിനു വേണ്ടി വളരെ പണിപെട്ട്, അതുകൊണ്ടാണിത് ഇങ്ങനെ നമുക്ക് ലഭിച്ചത്. അതിൽ ശിഹാബ് തങ്ങൾ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എല്ലാവരെയും അഭിനന്ദിക്കാനാണ് അദ്ദേഹം ഈ അവസരം വിനിയോഗിച്ചത്. നമുക്കറിയേണ്ട ഒരു കാര്യം, ഈ പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ അദ്ദേഹം കെട്ടിയുയർത്തിയ വീടാണ് ഈ കർണാടകയിലെ ഈ വീട്. ആ വീടിൻ്റെ അകത്തളങ്ങളിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കിടത്തിയിരിക്കുന്നത്. ചേതനയേറ്റ ഈ ശരീരം ഒരുപക്ഷെ അവിടെ കിടക്കുമ്പോൾ അവിടെ ജീവനോടെ ഇരിക്കുന്ന അമ്മയും ഭാര്യയും അച്ഛനും ഒക്കെ ഉണ്ട്. അവരൊക്കെ ആലോചിക്കുന്നത് കണ്ണീർ പാടത്ത് നിന്നുകൊണ്ട് അവൻ കെട്ടിയുയർത്തി വീട്ടിനുള്ളിൽ തന്നെ അവൻ ചേതനയേറ്റ് കിടക്കുന്നല്ലോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും. സനിത എസ് ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുകയാണ്. അർജുൻ മോനെ പ്രിയപുത്ര, കണ്ണീർ പ്രണാമം. ഇങ്ങനെ ചിന്തിച്ച് സന്ദേശങ്ങൾ അയക്കാത്ത എത്രയോ ആളുകൾ കാണും. കെ ശിവദാസ് പറഞ്ഞു, എല്ലാവർക്കും മരണമുണ്ട്, ഏതോ ഒരു വർഷത്തിൽ, ഏതോ ഒരു മാസത്തിൽ, അതിൽ ഏതോ ഒരു ദിവസത്തിൽ എന്നാണ് അദ്ദേഹം പറയാം. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മരണം എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരാം, അതിന് രംഗബോധമൊന്നുമില്ല. പക്ഷേ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഈ അർജുനെ കാണാത്തിയ ജനസഞ്ചയത്തിന് ഒന്നു മാത്രം അറിയാം, അവരുടെ ആരൊക്കെയാണ് ഇന്നിപ്പോൾ അർജുൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ക്ലേശങ്ങൾ സഹിച്ച് ഈ വലിയ ക്യൂവിലൊക്കെ കയറി നിന്ന് അവർ അർജുന് വിട ചൊല്ലാൻ ഒരുങ്ങുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സഹോദരിയുടെ വിവാഹ നിശ്ചയം, കുഞ്ഞിൻ്റെ എഴുത്തിനെഴുത്ത്, വീടിൻ്റെ പെയിൻറ്റിങ് എന്നിങ്ങനെ തിരികെ വന്ന ശേഷം ചെയ്തു തീർക്കാൻ അർജുന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീടിന് ഞാൻ വന്നിട്ട് പെയിൻ്റ് അടിച്ചോളാം, സാധനങ്ങളെല്ലാം വന്നിട്ട് വാങ്ങാം, അതൊക്കെ പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അർജുൻ. അച്ഛനോട് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും ദുഃഖമായി തളം കെട്ടി നിൽക്കുകയാണ് ഈ അച്ഛൻ്റെ മനസ്സിൽ. ഒരുപക്ഷെ കണ്ണീരോർമ്മയായി അർജുൻ അവശേഷിക്കുമ്പോഴും അർജുൻ പറഞ്ഞു വെച്ച വാഗ്ദാനങ്ങൾ പാലിച്ചു തരാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് ജനങ്ങളുണ്ട്. നിങ്ങളെ നെഞ്ചോട് അണച്ചു നിർത്താൻ കഴിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 24-ഉം നിങ്ങളുടെ കുടുംബത്തിനൊപ്പം ഉണ്ടാകും. ഒരുപക്ഷെ ഈ കണ്ണീരോർമ്മയിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്നതൊക്കെ ഞങ്ങളും ചെയ്തു തരും എന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അർജുൻ ഈ കണ്ണാടിക്കൽ ഗ്രാമത്തിൻ്റെ തീരാ നോവായി മാറുമ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ, ഒരുപാട് മനുഷ്യരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട അർജുൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് കഴിഞ്ഞത്. ഒരുപക്ഷെ ഈ വീട്ടിൻ്റെ വളപ്പിലേക്ക് ചേതനയേറ്റതാണെങ്കിൽ പോലും ഈ ശരീരം കൊണ്ടുവരാൻ കഴിഞ്ഞതും. എസ് വിജയകുമാർ നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. വിജയകുമാർ, ഒരുപക്ഷെ ഈ നമുക്ക് കേട്ടുകഴിവില്ലാത്ത ഒരു വിലാപയാത്രയ്ക്കാണ് നമ്മളും സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ എത്രയോ ആളുകളുടെ മരണ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഈ നമ്മുടെ റിപ്പോർട്ടുകൾക്കൊക്കെ ചെല്ലാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് ഈ കണ്ണീർ പാടത്തേക്ക് ജനങ്ങൾ ഒഴുകി വരുന്നു. അതും പ്രശസ്തനല്ലാത്ത ഒരു മനുഷ്യൻ, സ്നേഹവായ്പ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന മനുഷ്യർ അവിടേക്ക് ഒഴുകി വരികയാണ്. SKN ഒരു സാധാരണക്കാരനായ ഒരാളോട് ഒരു നാട്, ഒരു ജനത കാണിക്കുന്ന വലിയ സ്നേഹവായ്പിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും വലിയ അടയാളമാണ് നമ്മൾ കണ്ണാടിക്കലിൽ കാണുന്നത്. ഇതിൽ പലരുടെയും ജീവിതത്തിൽ അർജുൻ എന്നതൊരു ഘടകമേ അല്ലായിരുന്നു. ഈ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ